അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിപ്പോൾ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ എൻ്റെ ഒരു ചാനൽ വ്യൂസിന് കിട്ടാൻ വേണ്ടിയല്ല, ഒരിക്കലും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞിട്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും പറയാം. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടക്കുന്ന എല്ലാ വ്യക്തികൾക്കും പറയാം. എല്ലാവരും കേൾക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഉള്ളത് ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റയിൽ ഇത്രയും വലിയ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടണത് യൂട്യൂബിൽ. ഇപ്പോൾ ഞാനിവിടെ വന്ന ഒരു ആറ് മാസം എൻ്റെ ഇത് വർക്കിംഗ് അല്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാൻ ഒരു പോസ്റ്റ് അങ്ങനെ ചെയ്യാറുണ്ടായില്ല. ഇപ്പോൾ ഞാൻ യൂട്യൂബർ വെച്ച് എനിക്ക് വരുമാനം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ അതിന് വേണ്ടിയല്ല, ഞാനിപ്പോൾ ഇത് ഇവിടെ ഓൺ വോയിസിൽ വന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇതാക്കാൻ വേണ്ടിയാണ്. കാരണം ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ നമ്മളുടെ ഭരണകൂടം, അതായത് കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിനെക്കാട്ടും കേന്ദ്രത്തിലൊരു പ്രധാനമന്ത്രിയുണ്ട്. ഇവർ ഇതിനെതിരെ, അതായത് ഇപ്പം കുറച്ച് ഒന്ന് രണ്ടാഴ്ച എടുത്താൽ തന്നെ, നേരത്തെ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ കൊന്നു. എന്നിട്ട് അവൻ മറ്റേ മാധ്യമങ്ങൾക്ക് നേരെ ഒരു ഉമ്മ കൊടുത്തിട്ടും പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്കിത് എഡിറ്റ് ചെയ്തിടാനൊന്നും അറിയില്ല. എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസിന് വ്യൂസ് കൂട്ടുക അതിൻ്റെ ഒരു ഇതിലല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നമ്മളുടെ ഭരണകൂടത്തോടെ എനിക്ക് പറയാനുള്ളത്, പിന്നെ അതോടെ ജനങ്ങളോട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചുംബനം കൊടുത്താവും പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ 3-4 കേസുകൾ ഇന്നും ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ്. അത് പറയാൻ വേണ്ടി രണ്ടാമതൊരു വീഡിയോ ഞാൻ ചെയ്യണത്. ഈ ഭരണകൂടം, നമ്മളുടെ കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള ഈ ഭരണകൂടങ്ങൾ ഇതിനെതിരെ, അതായത് ഇവർക്ക് തക്കതായ ശിക്ഷ, ജീവപര്യന്തമോ അല്ലെങ്കിൽ എന്താ പറയുക ഇരട്ട ജീവപര്യന്തമോ അതൊന്നുമല്ല. ഇങ്ങനെയുള്ളവന്മാർക്ക്, അതായത് ഇപ്പോൾ ഗ്രീഷ്മക്ക് വിധിച്ചേക്കുന്നത് പോലെ വിധിച്ചാൽ മാത്രം പോരാ, ഒരു കാര്യമുണ്ട്, അത് നടപ്പിലാക്കണം. അതായത് ഇപ്പോൾ വലിയ ഇതിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും ഇന്നലെ മുതൽ എന്താ പറയുക ഭയങ്കര ആഘോഷത്തിലാണ് എല്ലാവരും, എല്ലാ ജനങ്ങളും ഓൾമോസ്റ്റ് ഇപ്പോൾ ആഘോഷത്തിലാണ് വിധിച്ചതിൻ്റെ പേരിൽ. പക്ഷേ നമ്മൾ ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും സന്തോഷിക്കാനായിട്ടില്ല. കാര്യം വിധിച്ചിട്ടേ ഉള്ളൂ. ഇതേപോലെ പല വിധികളും വിധിച്ച കോടതികൾ തന്നെ എന്താണ് അവർ അപ്പീൽ പോയിട്ട് മാറിയ ചരിത്രമുണ്ട്. അപ്പം ഇത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ഹൈക്കോടതി പോവും, അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോവും. ഈ 2 കോടതിയും വിധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ വിധിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ ഋതു, പിന്നെ ആ ഉമ്മയെ കൊലപ്പെടുത്തിയവൻ, അങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും, അതായത് ഉടനടി ഇവന്മാരൊന്നും കൊണ്ടുപോയി ഇട്ട് തീറ്റിപ്പോറ്റരുത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ നിന്ന് കരം കൊടുത്ത്, അതായത് നികുതി കൊടുത്തിട്ട് ഇവന്മാരെ നമ്മളെ അമ്മയും പെങ്ങളെയൊക്കെ കൊന്ന് തിന്നുന്നവന്മാരെ തീറ്റിപ്പോറ്റിനാണ് നമ്മൾ ശരിക്കും നമ്മളാണ് മണ്ടന്മാർ. നമ്മൾ ഈ പറഞ്ഞ ടാക്സ് അതും ഇത് എല്ലാം അടച്ച് നികുതിയും കൊടുത്തിട്ട് എന്തിനാണ് ഈ പണം? ഇവന്മാർക്ക് തിന്നാൻ കൊടുക്കല്ലേ കൊണ്ടുപോയിട്ട്. അപ്പം ഇങ്ങനെ തീറ്റിപ്പോറ്റാൻ നമ്മൾ ഇടരുത് ഇവന്മാരാ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളവന്മാരാ ഈ ഭരണകൂടം ഇത് ഇനി തുടരാൻ അനുവദിക്കരുത്. നേരെ മറിച്ച് ഇത് തന്നെയാണ് നമ്മളുടെ ഭരണകൂടം തുടരണമെങ്കിൽ നമ്മൾ ജനങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ ശിക്ഷ കോടതിക്ക് വിടരുത്. ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ ജനങ്ങൾ, ഇപ്പം നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ, അതേപോലെ നമ്മൾ ജനങ്ങൾ ഇറങ്ങണം. മനസ്സിലായില്ലേ? ഈ എല്ലാ ജനങ്ങളും കൂടി ഇറങ്ങി, അതായത് ഇപ്പം നമ്മളുടെ പറൂര് തന്നെ ആ എല്ലാ ജനങ്ങളും കൂടി ഇവനെ തല്ലിക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എത്ര പേരെ ശിക്ഷിക്കും? അത് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, നിയമത്തിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അതായത് ഈ പറഞ്ഞ ഭരണകൂടത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയല്ല, ഈ പറയുന്ന നിയമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി, നമ്മുടെ ഇന്ത്യ എന്ന പ്രധാനമന്ത്രി കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാനീ പറയുന്നത്. ഈ നിയമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പം ഈ ഋതു, ഗ്രീഷ്മ, ഇപ്പം ഈ ആ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ടുണ്ട് അവൻ.
അങ്ങനെ അവന്മാർ മാത്രമല്ല, അങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്മാർക്ക് ഉടനടി ശിക്ഷ, അതായത് കേസ് സബ്മിറ്റ് ചെയ്ത് ഇവന്മാർ കുറ്റക്കാരാണെന്ന് തെളിവെടുപ്പ് നടത്തി, എന്താ പറയുക, തെളിവുകളെല്ലാം നടത്തി വിധിക്കും, കോടതി വിധിക്കും. വിധിച്ച് പിറ്റേ ദിവസം നടപ്പിലാക്കണം. അങ്ങനെ ഒരു നിയമം ഞങ്ങൾ വരുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ജനങ്ങളിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇനി കേരളത്തിലല്ല, ഈ ഇന്ത്യയിൽ ഇതേപോലുള്ള ക്രൈംസ് നടക്കാതിരിക്കുകയുള്ളൂ. അല്ല, ഇത് പണ്ടത്തെ പോലെ തന്നെ ഇവന്മാരെ കൊണ്ടിട്ട് തീറ്റിപ്പോരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളേറെ കുറ്റകൃത്യങ്ങൾ നടക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ പ്രതികരിക്കണേണ് നല്ല രീതിക്ക്. നേരെ മറിച്ച് ഞാൻ പറയുന്നത് ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിയമം ഇപ്പോഴുള്ള നിയമം അതേപോലെ തന്നെയാണ് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവന്മാരെ സംരക്ഷിക്കാനാണ് നിയമത്തിൻ്റെ നിലപാടെങ്കിൽ നമ്മൾ ജനങ്ങൾ ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരു കാര്യം നമ്മൾ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കണേണ്. നേരെ മറിച്ച് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ജനങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല. ഇവന്മാർക്ക് എതിരെ തക്കതായ, അതായത് വധശിക്ഷ തന്നെ ഈ നമ്മളുടെ ഗവൺമെൻറ് ഭരണകൂടം നടപ്പിലാക്കും, ഉടനെ നടപ്പിലാക്കും എന്നുള്ളൊരിത് നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണേണ്. ഇല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. ഞാനിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിനക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും. എനിക്ക് നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. അതായത് എൻ്റെ അച്ഛനമ്മയോടെ ജീവിക്കുന്നുണ്ട്, നിങ്ങളവിടെ ജീവിക്കും, നാളെ ഞാനും ജീവിക്കാനുള്ളതാണ് അവിടെ. മനസ്സിലായില്ലേ? അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ നാട്ടിലില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഭരണകൂടത്തോട് പറയണം. അതേപോലെ ഞാൻ മാത്രമല്ല, നിങ്ങളെ ഓരോരുത്തരും, കാരണം നമ്മളുടെ അച്ഛനമ്മമാരും അമ്മയും പെങ്ങന്മാരും അനുജന്മാരും ജീവിക്കണേണ് അവിടെ. അവർക്കൊക്കെ സുരക്ഷിതമായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളീ പറയുന്നത്. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് പറയുന്നില്ല. നമ്മളുടെ ഭരണകൂടം, അത് എൻ്റെ മാത്രമല്ല, ഈ ലോകത്തെല്ലാവരുടെയും അഭിപ്രായമാണ്. അത് നമ്മൾ പ്രതികരിക്കണം, പറഞ്ഞേ പറ്റൂ അവരോട്. കാരണം നമുക്ക് ജീവിക്കണ്ടേ, നമ്മൾ പണിയെടുത്തില്ല. നമ്മളാരും കക്കാനോ പിടിച്ചോറിക്കാനോ ഒന്നിനും നമ്മൾ പോകണില്ല. നമ്മളെല്ലാവരും അന്തസ്സായിട്ട് എല്ലൂറിയ പണിയെടുക്കുന്നു, നമ്മൾ നമ്മളെ കുടുംബം നോക്കുന്നു. ഈ ഗുണ്ടകളെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ട് നമുക്ക്? ഇല്ല. അപ്പോൾ ഇതിനെതിരെ നമ്മളുടെ ഭരണകൂടം തക്കതായ ശിക്ഷ ഉടനടി വിധിക്കുക, ശിക്ഷ തന്നെ നടപ്പിലാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത് ഞങ്ങളുടെ ഭരണകൂടം. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ഇത് ചർച്ച ചെയ്തേ പറ്റൂ. കാരണം കേരളത്തിൽ കൊലപാതകങ്ങളും പീഡനങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആണ് ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു നിയമം നടപ്പിലാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാര്യം ഇത് നമ്മളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളും പ്രതികരിക്കണം. കാര്യം നമുക്ക് ജീവിച്ചേ പറ്റൂ. മനസ്സിലായി? ഇവരെ പേടിച്ച് നമ്മൾ ഓടേണ്ട കാര്യമില്ല, ജീവിക്കണം. ഓക്കെ.